ഇന്നലെ ബ്രസീൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അക്ഷയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ബ്രസീൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമാണ് അക്ഷയുടെ. ബ്രസീൽ പക്ഷേ കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ തോറ്റുപോയപ്പോൾ അതിൻ്റെ ആഘാതത്തിൽ ശരീരം തളർന്നു പോയ അക്ഷയ്. അക്ഷയിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ് ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ. തൃക്കാക്കര സ്വദേശി അക്ഷയ്ക്കാണ് ധനസഹായം ഉൾപ്പെടെ പൂർണ്ണ പിന്തുണയുമായി ബ്രസീൽ ആരാധകർ വീട്ടിലെത്തിയത്. ബ്രസീലിന്റെ മിന്നും വിജയ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചും കേക്ക് മുറിച്ചും അക്ഷയ്ക്ക് ഇഷ്ട ടീമിന്റെ ജേഴ്സി സമ്മാനിച്ചുമാണ് അവർ മടങ്ങിയത്. ശരീരം തളർന്നെങ്കിലും കാനറുകൾ കളത്തിലിറങ്ങുമ്പോഴെല്ലാം അക്ഷയ്ക്ക് ആവേശമാണ്. കഴിഞ്ഞ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് ബ്രസീൽ പരാജയപ്പെട്ടത് അക്ഷയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് കുഴഞ്ഞുവീണ അക്ഷയ് ശരീരം തളർന്ന് വീൽചെയറിലായി. ശക്തനായ ബ്രസീൽ ആരാധകൻ്റെ അപ്രതീക്ഷിത വീഴ്ചയെക്കുറിച്ച് കൈരളി ന്യൂസിലൂടെ അറിഞ്ഞ ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ അക്ഷയ്ക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു. ഒറ്റപ്പാലത്ത് നിന്നുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരായ ബ്രസീൽ ആരാധകരാണ് അക്ഷയുടെ തൃക്കാക്കരയിലെ വീട്ടിലെത്തിയത്. തൻ്റെ പ്രിയ ടീമിനെ നെഞ്ചോട് ചേർക്കുന്നവർ തന്നെ കാണാനെത്തിയതോടെ അക്ഷയും ആവേശത്തിലായി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്തിരുന്ന അക്ഷയ് നിരവധി തവണ ഒറ്റപ്പാലത്തും കളിക്കാനെത്തിയിരുന്ന കാര്യം കൂട്ടുകാർ ഓർമ്മിപ്പിച്ചു. ഒപ്പം വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി അക്ഷയ് ഒറ്റപ്പാലത്ത് കളിക്കുന്ന ചിത്രങ്ങളും കുടുംബാംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അക്ഷയുടെ ചികിത്സാ സഹായത്തിനായി നാട്ടുകാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും വിവിധ ഫുട്ബോൾ ഫാൻസ് കൂട്ടായ്മകളിൽ നിന്നുമായി സമാഹരിച്ച 1,13,000 രൂപ അവർ കുടുംബത്തിന് കൈമാറി. ലോകകപ്പ് കാലത്ത് വലിയ തുക ചെലവഴിച്ച് കട്ടൗട്ടുകളും കൊടിതോരണങ്ങളും ഉയർത്തുന്ന ഫാൻസ് കൂട്ടായ്മകൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണിതെന്ന് പ്രവർത്തകർ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് 105 അടി നെയ്മറിന്റെ വലിയ കട്ടൗട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻസുകൾ വരുന്നത് എന്തിനാ ഇത്ര ക്യാഷ് ചിലവാക്കുന്നത്, നിങ്ങൾക്ക് വല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഒറ്റപ്പാലം ബ്രസീൽ ഫാൻസ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു പൈസ സ്വരൂപിക്കലാണ്. അതിൽ പ്രവാസികളുണ്ട്, മറ്റുള്ള ഫാൻസുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അക്ഷയുടെ പേരെഴുതിയ മഞ്ഞ ബ്രസീൽ ജേഴ്സി അവർ സമ്മാനിച്ചു. ബ്രസീലിൻ്റെ ദേശീയ പതാകയുടെ നിറത്തിലൊരുക്കിയ കേക്ക് അക്ഷയ്ക്കൊപ്പം ചേർന്ന് മുറിച്ചു കഴിച്ചും പഴയ ഫുട്ബോൾ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത ശേഷമാണ് ഒറ്റപ്പാലത്ത് നിന്നുള്ള ബ്രസീൽ ആരാധകർ മടങ്ങിയത്. ഇത്തവണത്തെ ലോകകപ്പ് ബ്രസീൽ നേടുമെന്നും അന്ന് ഒരുമിച്ച് വിജയം ആഘോഷിക്കാനെത്താമെന്നുമാണ് യാത്ര പറയും മുൻപ് അവർ അക്ഷയോട് പറഞ്ഞത്. കൈരളി ന്യൂസ്, കൊച്ചി.